നാം ദേവാലയങ്ങളെക്കുറിച്ച് അല്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. We are going to meditate about the temples of God. ദേവാലയം എന്ന് പറയുമ്പോൾ Temple means ദൈവത്തിൻ്റെ ആലയം. this is the temple of God. ദൈവം വസിക്കുന്ന സ്ഥലമാണല്ലോ ദേവാലയം എന്ന് പറയുന്നത്. Temple means where God dwells. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ആലയങ്ങൾ, അല്ലെങ്കിൽ അമ്പലം, ആലയം, മോസ്ക്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. Every religious people has their own temples. അവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വേണ്ടി അങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. They have used it for worshipping and praising God. എന്നാൽ ശരിയായ ആരാധന പലർക്കും മനസ്സിലാകാതെ ഇന്നും മുൻപോട്ട് പോവുകയാണ്. But many people don't understand the true worship and they are moving. കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്തിൽ The Lord Jesus Christ in his ministry in the world, ശമരിയായിൽ വന്ന ഒരു സ്ത്രീയുമായിട്ട് സംവാദിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. he was speaking to a lady in Samaritan. അപ്പോൾ സ്ത്രീ പറയുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. That lady told that we are worshipping in this നിങ്ങൾ mountain. യെരുശലേമിൽ ആരാധിക്കുന്നു. You are worshipping in യേശു Jerusalem. പറയുന്നു, Jesus told, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, not in that mountain or this mountain. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാൾ വരുന്നതാണ്. There will be time coming that we worship God in truth. And ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. a true worship is worshipping in the spirit and truth. ലിറ്ററലി നമുക്ക് ആരാധനകൾ കാണുന്നുണ്ട്. We can see many literal worships. പള്ളിയിലെ കുർബാന, In the church mass, അതുപോലെ തന്നെ സഭകളിലെ ദൈനംദിനം നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങൾ, and some church meetings regularly happening in churches. അതായത് യാക്കോബിന്റെ കിണറിനെ കുറിച്ച് ശമരിയാസ്ത്രീ പറയുമ്പോഴേ, As the Samaritan lady is speaking about the worship, അപ്പൊ യേശു പറയുന്നു, Jesus told, ഉറവ തുറന്നു കൊടുക്കാൻ യേശു ആഗ്രഹിക്കുകയാണ്. Jesus wanted to open the fountain. എന്നും വെള്ളം കോരേണ്ട ആവശ്യമില്ല, No need to fetch water every day. കുടമായിട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് അതിന്റെ അലങ്കാര ഭാഷയിൽ പറയുന്നുണ്ട്. No need to come with a pot every day. അപ്പം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കുകയില്ല. The water I give, when you eat, drink it. നമ്മളൊരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനാണോ നല്ലത്, അല്ലെങ്കിൽ ഉറവ നമ്മിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണോ നല്ലത്? The fountain has to be open in us. അപ്പൊ ഉറവയെ കണ്ടെത്തുക, അതാണ് പ്രധാനം. To find the fountain is ഏതൊരു important. മനുഷ്യനും ദൈവത്തിന്റെ ഉറവ കണ്ടെത്തി കഴിഞ്ഞാൽ Every man, if he find the fountain of അവനതിൽ God, നിന്ന് സമൃദ്ധിയായിട്ട് കുടിക്കാൻ കഴിയും. he can drink enormously. ഒരു ഉദാഹരണം പറഞ്ഞാൽ, For an example, മുൻപൊരിക്കൽ ഞാൻ ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. earlier I have mentioned this കാട്ടിലെ example. ശബ്ദവും കാടിന്റെ ശബ്ദവും, കാട്ടിലെ ശബ്ദവും കാടിന്റെ ശബ്ദവും, And the sound of the forest and the sound in the forest. വോയിസ് അല്ലേ, The voice of വോയിസ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് voice in the വോയിസ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ കാട്ടിലെ ശബ്ദവും കാടിന്റെ ശബ്ദവും. voice of the forest and voice in the forest. ഒരിക്കലൊരു രാജാവ്, One king once, വലിയ ഒരു ഗ്രാമങ്ങളിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ്. he was reigning in a village. തൻ്റെ മകനെ ഫ്രാൻസിൽ വിട്ട് സാമ്പത്തിക ശാസ്ത്രം എല്ലാം പഠിപ്പിച്ചിട്ട് തിരികെ കൊണ്ടുവന്നു. He sent his son to France to study the financial management. അവിടെ ഒരു കുടുംബം പോലെയാണ് ഈ രാജാവും പ്രജകളും ജീവിച്ചു വന്നത്. And that place, they all lived like a family, this king and the inhabitants. അപ്പോൾ ഈ മകനെ പോയി ഡിഗ്രി അല്ലെങ്കിൽ ബിരുദമെല്ലാം എടുത്തിന് തിരിച്ചു വരുമ്പോൾ, This son, when he came back with a degree, രാജാവ് രാജഭാരം മകന് കൈമാറുവാൻ ആഗ്രഹിച്ചു. the king wants to give the kingdom to him. പക്ഷെ അവന് പഠിത്തം മാത്രമേ ഉള്ളൂ, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല. He only has a degree but don't have that knowledge. ഗ്രാമത്തിലെ തലവന്മാര് രാജാവിന് ഒരു പ്രഭുക്കന്മാരെ പോലെ, അല്ലെങ്കിൽ ആലോചന കർത്താക്കന്മാരായിട്ടുണ്ടായിരുന്നു. The ministers or the prince of that village, they were there. അപ്പൊ അവര് വന്ന് പറഞ്ഞു, രാജാവേ, They told to the king, അവിടുന്ന് ഞങ്ങളെ ഇത്രയും കാലങ്ങൾ നന്നായി നടത്തി ഭരിച്ചുകൊണ്ട് പോന്നു. all these days you are ruling over us very nicely. ഞങ്ങളുടെ ഓരോ പൾസും മൂവ്മെന്റ്സിനും രാജാവിനറിയാം. You know every movement of us. അതുകൊണ്ട് ഞങ്ങൾ ആ തണലിൽ വളരെ വിശ്രാമ ജീവിതം ചെയ്തുകൊണ്ടേയിരുന്നു. We have lived comfortably under your rule. അതുകൊണ്ട് രാജാവിന്റെ മകന് ഇത് ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഭരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. When we handed over this kingdom to your son, he cannot rule like this. വലിയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും Even though he has a lot of അനുഭവ education, സമ്പത്ത് ഇല്ലാത്തതിനാൽ since he don't have the experience, ഞങ്ങളും വളരെ കഷ്ടപ്പെടേണ്ടി വരും. we also should be in difficult. അപ്പൊ രാജാവ് ആലോചിച്ചു. Then the king decided, തന്റെ രാജ്യത്ത് തന്നെ ഒരു വലിയൊരു മലയിലെ in one of the mountain in his village, ഒരു മൊണാസ്ട്രി, ഒരു ആശ്രമം ഉണ്ടായിരുന്നു. there was an ashram was there. അവിടെ ഒരു സന്യാസിയും വളരെ പണ്ഡിതനും ജ്ഞാനിയുമായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. There was a monk in that monastery. പലപ്പോഴും രാജാവിന് ആലോചന കൊടുക്കുന്നത് ഈ സന്യാസിയാണ്. This monk used to give the counsel to the king many times. അപ്പോൾ രാജാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, He called the son and told, നീ ആ സന്യാസിയുടെ അടുത്ത് പോകണം. you go to that monk. സന്യാസി എന്ത് പറയുന്നോ അതനുസരിക്കണം. Whatever he says, you have to obey. സന്യാസി തിരിച്ചയച്ചെങ്കിൽ മാത്രമേ നീ ഇങ്ങോട്ട് വരാവൂ.
Whenever the monk send you back, then you can come back. അപ്പോൾ മകൻ വിചാരിച്ചു Then the son, this is ഏതായാലും thought, എൻ്റെ അപ്പൻ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്, maybe the son, my father is sending me for the good അപ്പോൾ thing. കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ അയക്കുമെന്ന് പറഞ്ഞു പോയി. So he went there to understand more. ഇവൻ ഏതോ വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. അതാണ് He was expecting many things there. അവിടെ ചെന്നപ്പോൾ സന്യാസി പറഞ്ഞു, When he went there, the monk told, നീ കാട്ടിൽ പോകണം. you have to go to the forest. കാട്ടിൽ പോയിട്ട് കാടിൻ്റെ ശബ്ദം കേട്ടിട്ട് വരാൻ പറഞ്ഞു. You go to the forest and hear the voice of the forest and come back. അവൻ ആദ്യം ഒരു ഇറിറ്റേഷൻ തോന്നി. Then he got some irritated in the beginning. കാരണം ഇത്രയും വലിയ പഠിച്ചിട്ട് വന്ന അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സന്യാസി തന്നോട് കാടിൻ്റെ ശബ്ദം കേൾക്കാൻ പറഞ്ഞപ്പോൾ, I am so much educated, but this monk asked me to hear the voice of the forest. സന്യാസിയുടെ ആലോചന അല്പമായിട്ട് തോന്നി. His counsel was poor unto him. എങ്കിലും അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ലാത്തതിനാൽ Here he cannot be obeyed, അവൻ disobeyed. കാട്ടിലേക്ക് പോയി. He went to the forest. അപ്പോഴേ പറഞ്ഞോണ്ടാ പോയത്, He told the time, ഇവിടെ കാടിൻ്റെ ശബ്ദം എന്താ, what is the voice of the forest? മൃഗങ്ങളെ, പക്ഷികളെ, അരുവികൾ, ഇങ്ങനെ പലതും കാണും. And there are a lot of voices of the animals, birds, കാറ്റും കോളും. and this wind. അപ്പോൾ തനിക്കറിയാവുന്നതെല്ലാം മനസ്സിൽ കൊണ്ട് ഇതല്ലേ കാടിൻ്റെ ശബ്ദം. And he thought in his mind, this is the ഇതിനിപ്പോൾ voice of ഞാൻ the അവിടെ forest. പോകേണ്ട ആവശ്യമില്ല. ഞാൻ പലപ്പോഴും എൻ്റെ അപ്പൻ്റെ കൂടെ നായാട്ടിന് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. To hear this, I don't have to go there. I have already heard these voices. എങ്കിലും താൻ പറഞ്ഞതനുസരിച്ച് കുറച്ച് ദിവസം കാട്ടിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നു. By obeying his word, he went to the forest and come back. അവൻ വന്ന് രാജാവിന് സന്യാസിന് പറഞ്ഞു, ഞാൻ കാട്ടിലെ ശബ്ദം എനിക്ക് നേരത്തെ അറിയാം, പിന്നെ ഞാൻ അനുസരിച്ച് പോയതാണ്. He told to the monk that I already knew the voice of the forest. Now I just obeyed you and I went there. അപ്പം തനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. And he just told what is the voice. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് കാട്ടിലെ ശബ്ദമല്ല, കാടിൻ്റെ ശബ്ദം കേട്ടിട്ട് വരാനാണ്. The monk told him that I didn't ask you to hear the voice of the forest, the voice in the forest. ഒരു മാസികയുണ്ടല്ലോ, വോയിസ് ഓഫ് പെന്തിക്കോസ്റ്റ്. It's the voice of Pentecost. There is a magazine for us. പെന്തിക്കോസ്തുകാരുടെ ശബ്ദമല്ല, പെന്തിക്കോസ്തിന്റെ ശബ്ദം. It is not the voice of the Pentecostal people, but it's the voice of the പെന്തിക്കോസ്തിലും അങ്ങനെ Pentecost. രണ്ട് ശബ്ദം കേൾക്കാം. There are two voices in Pentecost nowadays. പെന്തിക്കോസ്തുകാരുടെ ശബ്ദമുണ്ട്, പെന്തിക്കോസ്തിന്റെ ശബ്ദമുണ്ട്. There are the voice of the Pentecost or the voice of the Pentecostal peoples. എന്നാൽ പെന്തിക്കോസ്തിന്റെ ശബ്ദം എന്ന് പറയുന്നതാണ് പ്രാധാന്യം. But the voice of the Pentecost is important. ആ പെന്തിക്കോസ്തിന്റെ ശബ്ദമാണ് ലോകം മുഴുവൻ കീഴടക്കിയത്. That voice of Pentecost has overcome the whole world. അതിനകത്ത് ആസ്വദിക്കാനുണ്ട്. So we can enjoy യേശു that. പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. My kingdom is not a literal one. പിലാത്തോസ് മറ്റുള്ളവരെല്ലാം ആ ഐഹിക രാജ്യത്തെക്കുറിച്ച് കൊണ്ട് ചോദിച്ചപ്പോൾ, When the Pilate asked about the literal kingdom, യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. my kingdom is not literal. That's what Jesus replied. കാടിന്റെ ശബ്ദം കേൾക്കാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ കാട്ടിലേക്ക് പോയി. He once again went to the forest. ഇപ്പൊ അവൻ നിരാശനായിട്ടാണ് പോയത്. Now he went with despair. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ തിരിച്ചു വരുന്നത്? How can I come back? What I can say? അതുകൊണ്ട് ഇനി കാട്ടിക്കിടന്ന് ജാകുക, അത്രയേ ഉള്ളൂ. I will just die in the forest. തിരിച്ചു വരാനൊക്കത്തില്ല. I cannot come back. സന്യാസി പറയാതെ തിരിച്ചു പോകാനും ഒക്കത്തില്ല. Without the monk says, I cannot go to the country. അങ്ങനെ വീണ്ടും കാട്ടിൽ പോയി. And he went once again to the ഒരു forest. ദിവസം അവിടെ എല്ലാം കറങ്ങി നടന്നു. He was roaming there. ക്ഷീണിതനായി, He became tired. വിശപ്പും ദാഹവും എല്ലാം തുടങ്ങി. He got hungry and thirst. താനാകെ ക്ഷീണിതനായി He became tired. കാടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ താനെ ക്ഷീണിച്ച് കിടക്കുകയാണ്. In one of the corner of the forest, he was just weak and ചില standing ദിവസങ്ങൾ there. താനിങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ്. He was just weak there. അപ്പോൾ തനിക്ക് പുതുമയായിട്ടൊന്നും തോന്നിയില്ല. He didn't see anything new there. പക്ഷെ തന്നിലുള്ള ആ പഴയ മനുഷ്യൻ പതുക്കെ ഡൗണായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. Slowly, the old man inside of him was slowly weakened and slowly come ഒരർത്ഥത്തിൽ ആ down. മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് താൻ എത്തിക്കഴിഞ്ഞു. It went to that very moment of death. അങ്ങനെ വന്ന സമയത്തിൽ When it happened, താൻ മരിച്ചു എന്നൊരു തോന്നലുണ്ടായി. he thought that I am going to die. പെട്ടെന്ന് തൻ്റെ അകത്തുനിന്ന് Suddenly, from inside of him, വേറൊരു ശക്തി വ്യാപരിക്കുന്ന പോലെ തോന്നി. there's another spirit was working. താൻ പതുക്കെ കണ്ണു തുറന്നു. He just opened his eyes. തനിക്ക് അത്ഭുതപ്പെടുമാറ് To his surprise, ഇന്നലെ കണ്ട കാടല്ല ഇന്ന്. now this forest is entirely different for him. തനിക്കതൊരു ആത്മീയ കാഴ്ചപ്പാടിൽ കൂടെ ആ കാടിന്റെ സൗന്ദര്യത്തെ തനിക്ക് ആസ്വദിക്കാൻ കഴിയും. Now he can look into the forest with a new vision. അതിനകത്തുണ്ടായിരുന്ന നല്ല ശബ്ദങ്ങൾ, There are a lot of new ആ voices. കാടിന്റെ ശബ്ദം The voice of the forest. തനിക്ക് ആസ്വദിക്കാൻ തുടങ്ങി. He could enjoy that voice. ഇത് താൻ ആസ്വദിച്ചതിന് ശേഷം After he enjoyed this voice, ചില ദിവസങ്ങൾക്കകം after some days, സന്യാസിയുടെ അടുത്തേക്ക് ഒരൊറ്റ ഓട്ടം ഓടി. he just ran to the monk's ashram. പണ്ട് നദിനിൽ പറഞ്ഞ പോലെ, ഞാൻ കണ്ടെത്തി, I have found it.
പിതാവിൻ്റെ തേജസ്സായ പുത്രനെ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ പോലെ I have seen the glory of the Father. കാടിൻ്റെ ശബ്ദം അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. Now he could understand the voice of the അവൻ്റെ forest. വരവ് കണ്ടപ്പോഴേ സന്യാസി പറഞ്ഞു, നീ കാടിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞു. While he was coming, he was returning. ഇതുപോലെ The monk told you already knew the നാം voice. പലപ്പോഴും പെന്തിക്കോസ്തുകാരായി തീർന്നെങ്കിലും Even though we become the Pentecostal people, പെന്തിക്കോസ്തിന്റെ ശബ്ദം ഗ്രഹിക്കാതെ പോകുന്നതുകൊണ്ടാണ് പലർക്കും പല കാലങ്ങളിലും നിരാശയും ദുഃഖവും ഒക്കെ വരുന്നത്. because we couldn't understand the voice of the Pentecost, that's why we got the desperation. അതുകൊണ്ട് ആ പ്രകൃതിയുടെ ശബ്ദത്തിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We can see that voice in that nature. കാരണം എന്താ? What is the reason? ദൈവം തന്റെ ശബ്ദത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴെല്ലാം ഉണ്ടായി. So God in his voice said everything. അപ്പൊ ആ ദൈവിക ചൈതന്യമാണ് ഇവൻ കണ്ടെത്തിയത്. The vitality of the God he found. അതിനായിരുന്നില്ല പണ്ടൊക്കെ ഈ സന്യാസിമാരും മഹർഷിമാരും ഒക്കെ കാടുകളിൽ പോയി ധ്യാനിച്ച് ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നല്ലോ. Old days the rishis and monks used to go to the forest to find the God. ഇതുപോലെ ഈ ലോകത്തിലെ ജീവിതം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ, If you enjoy the world, the life of this world, നമുക്ക് ഒരു വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടോ not because of the education, അല്ലെങ്കിൽ പണം കൂടിയതുകൊണ്ടോ not because of the money, ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആധുനിക ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ടോ not because of the technology, ഒന്നും സാധ്യമല്ല നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. now we can understand it's not കാരണം possible with all ഏറ്റവും these കൂടുതൽ things. അരാജകത്വം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമ്മൊറാലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. Now the time is everything is going up. എന്താ കാരണം? What is the reason? എല്ലാം നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. Everything is going towards the negative side. അപ്പം നാം പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും പ്രാപിക്കാവുന്ന ഒന്നല്ല ദൈവിക ചൈതന്യം. The divine thing we cannot attain by our education or wisdom. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. That's why Jesus told it's hid for the wise people and ഈ it's revealed to the രാജകുമാരൻ children. തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി തന്നെ സമർപ്പിച്ച് മരണത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നിലുള്ള പഴയ മനുഷ്യൻ മരിച്ചു. Because the prince humbled himself and he found the new person in him. അതല്ലേ സെന്റ് പോൾ പറയുന്നേ, That's what told. ഞാൻ മരിച്ചു, I have died. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, I am crucified with ഇനി Christ. ജീവിക്കുന്ന ഞാനല്ല, No more I am living. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. Christ is living in me. ഇതാണ് പ്രിയരെ നാം കണ്ടുപിടിക്കേണ്ടത്. This is what we have to find out. നമ്മളെല്ലാം ഓരോ ഡിനോമിനേഷനോട് ചേർന്നവരാണ്, We are all belongs to certain ഓരോ denominations. പ്രസ്ഥാനത്തോട് ചേർന്ന് പോകുന്നവരാണ്. We are with some societies. ഹിന്ദുക്കൾ ഹിന്ദു മതത്തോട് ചേർന്ന് പോകുന്നു, The Hindu peoples are with Hinduism. ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിനോട് ചേർന്ന് പോകുന്നു. Islam peoples are with Islam religion. അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാവരും. They are learning all those things there. ക്രിസ്തു മതക്കാരും അങ്ങനെ തന്നെയാണ്. Even Christian peoples are also same. ഞാനൊരിക്കൽ ക്രിസ്തു മതക്കാരനായിരുന്നു. Once I was a Christian. എല്ലായ്പ്പോഴും പള്ളിയിൽ പോയി I used to go to the church. ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഈ ആവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. I used to hear all those things. എന്നാൽ 1978 എൻ്റെ കണ്ണു തുറന്നപ്പോൾ Once I got my eyes open in ഞാൻ 1975, മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് എനിക്ക് അവിടെ എൻ്റെ മുറിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. I could see the kingdom of God in my room. അത് കഴിഞ്ഞിട്ട് After that, പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോൾ after 10 years, പട്ടംകോളി എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുമ്പോൾ when I was in Pattam colony, ഈ പറഞ്ഞ പോലെ എൻ്റെ ശരീരത്തിലെ ബലമെല്ലാം ഇല്ലാതായി. my health has deteriorated. മരിക്കുമെന്ന് ഞാൻ ഉറച്ചു. പലരും എന്നോട് പറഞ്ഞു മരിച്ചു പോകുന്നു. I have decided that I will die കാരണം ശരീരത്തിലെ ബലമെല്ലാം തീർന്നു. because all of my strength is എനിക്ക് gone. മരിക്കാൻ സന്തോഷമായി, കാരണം മരിച്ച സ്വർഗത്തിൽ പോകാമല്ലോ. So if I die, I can go to heaven. I was happy. അങ്ങനെ ഞാനന്ന് രാത്രിയിൽ That night, ആ ഫെയ്ത്തോമിൽ കാത്തിരിപ്പിയോ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ in that faith home, after the tarrying meeting, ഞാൻ നോക്കുമ്പോൾ ഒരു ശക്തി എൻ്റെ നെഞ്ചിനോട് കയറി ഇങ്ങനെ പ്രസ് ചെയ്യാണ്. one spirit was upon my chest and pressing me. അല്പസമയം കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിലെ ജീവനെല്ലാം ബാക്കിയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. And for some time, even the least life is going up. നല്ല സുബോധത്തോട് ഞാൻ എഴുന്നേക്കാൻ നോക്കിയിട്ട് കാല് പൊങ്ങുന്നില്ല, കാല് തളർന്നു പോയി. I tried to wake up, but I couldn't. കൈ മരവിച്ചു. And my numbness in my hands. അവസാനം At ഒരു last, ചെറിയ ശ്വാസം ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ബർത്ത് എടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു പ്രാവശ്യം എടുത്തു വിട്ടു, രണ്ടാം പ്രാവശ്യം എടുത്തു വിട്ടു. I had a very least breath in me that time. പെട്ടെന്ന് മൂന്നാം പ്രാവശ്യം എടുക്കുന്ന സമയത്തിൽ That I was taking in the third time, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊരു വോയിസ് കേൾക്കാനുണ്ട്. I heard the voice in the name of Jesus Christ. പെട്ടെന്ന് ഞാൻ വലിയ ശക്തിയോടുകൂടി എഴുന്നേറ്റു. Suddenly, with a great strength, I woke up. അപ്പോൾ എന്നെ ഈ പ്രസ് ചെയ്തുകൊണ്ടിരുന്നൊരു ശക്തി, The spirit which was pressing ഞാൻ me, ധരിച്ചത് ഇത് ഈവിൾ സ്പിരിറ്റ് ആണെന്ന് വിചാരിച്ചു. I thought it was an evil spirit. അപ്പോൾ ഞാൻ ഈ ഈവിൾ സ്പിരിറ്റിനെ ജയിക്കാതെ പോയാൽ ഞാനെങ്ങനെ സ്വർഗത്തിൽ പോകുന്നത്? If I didn't overcome this evil spirit, how can I go to the heaven? പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ ആ ഒരു ശരിയായ കോഴ്സിൽ നടത്തി ഒരു ബിഗ് സ്റ്റേജിലേക്ക് എത്തി. Because the spirit of the Lord has led to me a stage. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്, Before bringing to the next stage, ഈ പറഞ്ഞ പോലെ കാടിൻ്റെ ശബ്ദം ശരിക്കും ശ്രവിക്കാൻ വേണ്ടി to hear the voice of the forest,
ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ മരണത്തിൻ്റെ ലാസ്റ്റ് ബർത്തിലേക്ക് പോയി. The Spirit of the God has brought me to the end എനിക്ക് of the മരണം death. എന്താണെന്ന് ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവിപ്പാൻ ആ ദിവസം കഴിഞ്ഞു, ആ സമയത്ത് കഴിഞ്ഞു. The time I could experience what കാരണം is എനിക്കറിയാം death. അവസാനത്തെ ശ്വാസം മൂന്നാമത്തെ ശ്വാസം ഞാൻ എടുത്തു വിട്ടാൽ If the last breath, the third breath, if I took it, നിശ്ചയമായിട്ട് ഞാൻ മരിച്ചു പോകും. I will die for അപ്പോഴാണ് sure. ഒരു ശക്തി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ നെഞ്ചിൻ കുണ്ണാത്തൊരു ജീവി ഇങ്ങനെ മിനിമൈസ് ചെയ്ത് കിടക്കുകയാണ്. I could see there is a living thing in my chest, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ മിനിമൈസ് ചെയ്ത് ഇതിൽ ബാറിലിടുന്ന പോലെ. like a minimized in the പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ശക്തി എഴുന്നേറ്റിട്ട് suddenly this spirit came up. വിത്തിൻ എ സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ സ്പിരിറ്റിനെ, ഈ ശക്തിയെ ജയിച്ചു. I have overcome this spirit within a second. അപ്പൊ എനിക്കൊരു വാക്യം എഴുതി കാണിച്ചു. Then there was a verse written to me, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിന്. not by might, not by power, but by ആ spirit. വചനത്തെ ബേസ് ചെയ്താണ് ഞാൻ ഈ സ്റ്റഡികൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. These all studies are based on that verse. അപ്പം എന്നോട് സംസാരിച്ചു, ഇത് മരണദൂതനാണ്. The spirit of angel was speaking to me നിനക്ക് that day. മരണദൂതനെ എങ്ങനെ ജയിക്കാമെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. The God was teaching me how we can overcome the angel എന്റെ of മുറി death. എന്ന് പറയുന്നത് വേറൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. That time in my room I got a different ഞാൻ experience. ആകാശത്തുനിന്ന് ഒരു വലിയ പേടകം ഇറങ്ങി വന്നു. And from the heaven there was a രണ്ട് battalion സെയിൻസ് വിശുദ്ധന്മാർ എൻ്റെ മുറിക്കകത്ത് വന്നിരുന്നു. Two saints came from heaven into my room. ഒരാൾ മരിച്ചുപോയ പാസ്റ്റർ എസ് ബി അണസ്റ്റ്, മറ്റൊന്ന് കൊട്ടാരക്കരയിൽ സെൻട്രൽ പാസ്റ്റർ ചെയ്യുന്ന പാസ്റ്റർ കെ സി വർഗീസ്. One is our lost pastor, Pastor S.B. Ernest, and another one is പാസ്റ്റർ കെ സി വർഗീസ്. Pastor K.C. Varghese. അപ്പം ഇത് കൊട്ടാരക്കര വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. He was doing ministry in അപ്പം ഇവർ Kottarakara at that time. രണ്ടുപേരും എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രചോദനവും ഗേഡി എന്ന രണ്ട് വിശുദ്ധന്മാരാണ്. These both saints were so much of inspiration to me that day. ഞാൻ ഇവരെ പാസ്റ്റർ ഏണസ്റ്റിനെ ആത്മീയ ശരീരത്തിൽ കാണുകയാണ്. I was seeing Pastor Ernest in the spiritual body. ആത്മീയ ശരീരത്തിൽ താൻ വന്നുകൊണ്ട് എന്നോട് സംസാരിക്കുകയാണ്. In the spiritual body he came speaking to me. അപ്പോൾ കർത്താവിനോട് സംസാരിച്ച് നിത്യതയിൽ മനുഷ്യന്റെ ബോഡി, ശരീരം എങ്ങനെയുള്ളതാണെന്ന് പഠിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു. The God told me that in the eternity how the body will be there, then he teach me. അപ്പോൾ എന്നെ തൻ്റെ ബോഡി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, ഇങ്ങനെ നമ്മുടെ വൈബ്രേഷൻ ചെയ്ത് കാണിച്ചു. My body is vibrating that time. പാസ്റ്റർ ഏണസ്റ്റ് ബോഡി, The body of the Pastor Ernest, the spiritual body is started vibrating. I could see that. നിത്യതയിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡി എന്ന് ദൈവനെ പഠിപ്പിക്കുകയായിരുന്നു. The Lord was teaching me how our body will അപ്പോൾ be ഇതിങ്ങനെ in വൈബ്രേറ്റ് eternity. ചെയ്യുന്തോറും It is like when it's vibrating, പ്രകാശകിരണങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. the rays of light comes out of the body. അതിനുശേഷം After that, തൻ്റെ രണ്ട് കൈകൾ ഇങ്ങനെ കാണിച്ചു. he shows his two hands, two palms. അതും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഈ അസ്ഥിയും മാംസവും അല്ല, അതെല്ലാം പ്രകാശങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. When it is vibrated, we can see there is no muscles or tendons, it's only the bright തൻ്റെ മുടി, rays. നല്ല വെളുത്ത ഹിമം പോലെയുള്ള മുടി കാണിച്ചു. Even the hairs of him. ആ മുടിയും ഇതുപോലെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് പ്രകാശം പോയിക്കൊണ്ടിരിക്കുക. When even the hairs vibrated, there is a rays of light comes out. നമുക്കൊരു ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ ഒരു ഭാഗത്തിൽ, In one of the concept of Albert Einstein, റിലേറ്റിവിറ്റി തിയറിയില് in the relativity theory, അതിനോട് ചേർന്ന് അഭിപ്രായം പറയുന്നുണ്ട്. and it is said that മനുഷ്യൻ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരും. there will be a time that man can travel in the speed of the light. അപ്പോഴത്തേക്ക് മരണം നീങ്ങിപ്പോകുന്നതാണ്. Then the death will depart. അപ്പൊ ജീവനാൽ മരണം വിഴുങ്ങുന്നു, The death will be captured വെളിച്ചത്താൽ ഇരുൾ നീങ്ങിപ്പോകുന്നു. and the darkness by the light. അതാണ് നമ്മൾ 1000 വർഷ ഭരണത്തിലുള്ള ഈ രൂപാന്തര ശരീരത്തോടു കൂടി വിത്തിൻ എ സെക്കൻഡ് എവിടെ വേണേലും പോവാം. In the millennial reign, we can move anywhere with this body. അപ്പൊ അതിനുശേഷം അവൻ എനിക്കൊരു ബാഗ് എടുത്തു തന്നു. They given a bag. ഇത് കഴിച്ചോളാൻ പറഞ്ഞു. You keep it with you. ഞാൻ ബാഗ് തുറന്നപ്പോൾ അതിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, നത്തിങ്. And when I opened the bag, I heard a voice, nothing. വേറൊന്നുമില്ല, ഒരു നത്തി ശബ്ദം കേട്ടു. Just nothing. ആദ്യം ഞാനതിനെ ധ്യാനിച്ചപ്പോൾ When I meditate in the beginning, ഇങ്ങനെ പടക്കം പൊട്ടുന്നതുപോലെ ഈ നത്തിങ്ങിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ദൈവം കാണിച്ചു. the God has given me an explanation about the nothing. ദൈവം ഒന്നുമില്ലായ്മെന്ന്, ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ്. ദൈവം ശൂന്യതയിൽ നിന്ന് സകലവും സൃഷ്ടിച്ചു. God has created the whole world out of nothing. അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ Before I come to this experience, എന്റെ അവസാന ബർത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. I had to go to the last breath of my നമ്മുടെ life. ബോഡി ജഡം ഇരിക്കുന്നിടത്തോളം കാലം As long as we have the flesh in our ഈ body, ജഡത്തെ നമ്മൾ എത്രമാത്രം മരിപ്പിക്കുന്നോ അല്ലെങ്കിൽ സറണ്ടർ ആക്കുന്നോ അതനുസരിച്ച് മാത്രമേ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ how പറ്റൂ. much we die this flesh, then only we can get the spiritual experience. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. That's what the Holy Spirit is helping us. ഇപ്പൊ ലോകമനുഷ്യൻ പല അഭിപ്രായങ്ങൾ പറഞ്ഞാലും The worldly people used to say their opinion. ഇത് ഈ കാടിന്റെ ശബ്ദവും കാട്ടിലെ ശബ്ദവും പോലെ രണ്ടും എൻട്രിന്റെ ഡിഫറൻസ് ആണ്. The both of our opinions are very much different. ലോകത്തിലെ മനുഷ്യൻ ലോകത്തിലെ ജീവിതം ആസ്വദിച്ചു പോകുന്നു. When the worldly people are enjoying the പക്ഷെ worldly അതെല്ലാം life, അവസാനം ദുഃഖവും നിരാശയായിട്ട് മാറുകയാണ്. at the end they will end up in depression. പക്ഷെ ദൈവത്തിന്റെ ആ അനുഭവങ്ങളെ പ്രാപിച്ചു പോകുന്നവര്, But the people who take the experience of the അതാണ് God, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, so that's why Jesus told, if you believe me that you will die, you will live. ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. You will live and believe me that you will not die anymore. അപ്പൊ ഇതാണ് ആ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക.
to bring the man to that ഈ experience. ദൈവത്തിന്റെ അനാദിയായ പദ്ധതിയാണ് മനുഷ്യർ കൂടി നിറവേറ്റാൻ ആഗ്രഹിച്ചത്. This eternal plan God wanted to fulfill with the man. ഇന്ന് അനേക മതങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും Many religions are in the നമ്മുടെ world. വേദപുസ്തകം ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് കൂടിയാണ്. The word of God is an historical book also. ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമല്ല ഇത്. It is not for a small group of people. കാരണം യഹൂദൻ ഉണ്ടാകുന്നതിന് മുൻപ് Before Jews come, ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം ഇതിനകത്തുണ്ട്. even there are 2500 years ago history was there in the Bible. മനുഷ്യന്റെ ചരിത്രം, The history of the man. എന്നാൽ അതിനു മുമ്പ് Before that, ലക്ഷങ്ങളോ കോടാകോടി വർഷങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. and it's also mentioned the lakhs നമുക്ക് and അതിന്റെ crores of ഹിസ്റ്റോറിക്കൽ years. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ട്, We can just look കാരണം ഇത് into some historical കേൾക്കുന്ന background. പുതിയ ആളുകൾ പലരും കാണുമല്ലോ. And many new peoples were there. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലാണ് തുടങ്ങുന്നത്. We ഉൽപ്പത്തി start with Genesis. എല്ലാറ്റിന്റെ ആൻസർ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. We can find answer of everything. ആദ്യത്തെ ആ 10 അധ്യായത്തിൽ In the first 10 chapters, ദൈവിക പദ്ധതികളെ കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. we can understand the plan of God very ഉൽപ്പത്തി clearly. പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ In the first chapter of the Genesis, ആദിയിൽ in the beginning, വായിച്ച് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും, ഇംഗ്ലീഷ് In the beginning, God created heaven and the earth. നോക്കണം. ഇൻ ദ ബിഗിനിങ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. in the beginning God created the അപ്പോൾ heaven and ആദി earth. എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. There is called something called beginning. ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിക്കുമ്പോൾ When the God created, ഇന്ന് കാണുന്ന ആകാശവും ഭൂമി അല്ല, this is not the same earth and heaven we see now. അതിലെല്ലാ അനുഭവങ്ങൾ കൂടി ആ സൃഷ്ടിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. All experiences were there in those days. അതുകൊണ്ടാണ് ഇന്നും ശാസ്ത്രജ്ഞന്മാർ ചില ഫോസിൽസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് When now the scientists found out the fossils, ഇത് ലക്ഷങ്ങൾ മുമ്പുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം they are telling that it is lakhs of പക്ഷെ years അതിന് before. മുൻപൊരു കാലഘട്ടമുണ്ട്. There was an age ഈ before that. ആദിയിലും ഈ ഉൽപ്പത്തി പുസ്തകം മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്നതുമായിട്ട് എത്ര ലക്ഷം ഇയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. We don't know how many years in between the beginning and the starting of the എന്നാൽ human അതിനും race. അപ്പുറത്തേക്ക് ഒരു കാലഘട്ടം മോശ പറയുന്നുണ്ട്. There is another age. 90-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ In 90th Psalm, യഹോവേ നീ അനാദിയായും ശാശ്വതമായും, നോക്കണം. you are there in eternal, അപ്പൊ ആദിയും അനാദിയും beginning and അത് വായിച്ച് eternal. 90-ാം സങ്കീർത്തനം 1-2. ദൈവമേ അനാദിയായും ശാശ്വതമായും. വായിക്കാം, ഇംഗ്ലീഷോ വരൂ. 90-ന്റെ 1-ാം വാക്യം തന്നെ വായിച്ച് 1-2. Lord, thou hast been our dwelling place in all generations. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ അനാദിയായും ശാശ്വതമായും. For eternal and in the beginning. നോക്കണം. അപ്പൊ അനാദി, ആദി, There's two things, beginning and ദൈവത്തിന്റെ eternal. അനാദി കാലം എന്ന് പറയുന്നത് എത്ര കോടി വർഷമെന്ന് നമുക്കറിയില്ല. The beginning of God, we don't know how many years. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഈ ചരിത്ര പുസ്തകങ്ങൾ ഒന്നും തെറ്റാതെ ഇപ്പോഴും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. That's why all the historical things mentioned in the Bible is very clear until ആദിയും now. അനാദിയും തമ്മിൽ There is a beginning and eternal, ചിലപ്പോൾ കോടികൾ കാണും. maybe crores of years. മനുഷ്യനല്ലേ ഈ കോടി എന്ന് പറയുന്നത്. We only say crores. ദൈവം പറയുന്നത് എനിക്ക് 1000 സംവത്സരം ഒരു ദിവസം പോലെ. For God, 1000 years is one day. അപ്പൊ 1000 സംവത്സരം ഒരു ദിവസം പോലെ ആകുമ്പോഴേ For us, 1000 years is one day. 1,00,000 ഇയർ എന്ന് പറയുന്നത് 1 lakh year means 100 ദിവസം ഇല്ലേ? maybe just 100 days. ഇതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട്. This is the vision of God. അപ്പോൾ ആദിയിൽ അനാദിയിൽ In the beginning and in the അവിടേക്ക് infinite. നമുക്ക് എത്താൻ സാധിക്കത്തില്ല. And we cannot reach there. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ In the beginning of the creation, അവിടെ ആദിയിൽ നിന്നൊരു വാക്ക് കൊടുത്തതിന് ശേഷം after given the word beginning, പിന്നീട് ഒരു ഗ്യാപ്പാണ് നമ്മൾ കാണുന്നത്. we can see a gap ഭൂമി afterwards. പാഴും ശൂന്യമായിരുന്നു. Then and the earth become wide and താഴെ വായിക്കും, ഭൂമി പാഴും ശൂന്യമായിരുന്നു. the earth become wide. അതങ്ങനെ And ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായി തീരും. how God created അപ്പൊ അവിടെ earth എന്തോ become wide. സംഭവിച്ചിട്ടുണ്ട്. അവിടെ എന്തോ സംഭവിച്ചു. There's something happened there. അതെന്താണ്? What happened there? അതാണ് ദൂതന്മാരുടെ വീഴ്ച. There is a fall of the angels. ദൂതന്മാർ വീണ് കഴിഞ്ഞപ്പോൾ After the fall of the angels, ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതായ ഭൂമിയിൽ the earth which is created for the plan of the man, ഇവര് ക്യാപ്ചർ അല്ലെങ്കിൽ അവകാശമാക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. they wanted to inherit this earth. ഭൂമിയിൽ ഈ വീണുപോയ ദൂതന്മാര് താമസിക്കുക അല്ലെങ്കിൽ അവിടെ അവര് അവകാശമാക്കുവാൻ ശ്രമിച്ചപ്പോൾ When these fallen angels tried to capture this earth, നമ്മൾ വീട് പോയവര് ചെന്ന് വാസം ചെയ്തപ്പോഴത് കറപ്റ്റഡ് ആയിട്ട് മാറി. when these fallen angels inhabited in the world, it becomes wide. ദൈവം അതിനെ വെള്ളം കൊണ്ട് മുക്കിക്കളഞ്ഞു. The God is filled with water. ഈ ദൂതന്മാരെ These angels, മറ്റൊരു ഗ്രഹത്തിലേക്ക് അവർ എറിഞ്ഞു കളഞ്ഞെന്ന് ഒരു വേദപുസ്തകം കാണുന്നുണ്ട്. he sent it to him on another planet. അവരെ മറ്റൊരു പ്ലാനറ്റിലേക്ക് താമസിക്കത്തക്കൊണ്ട് ദൈവം ക്രമീകരിച്ചു കൊടുത്തു. God has thrown them to another planet to stay അതുകൊണ്ടാണ് there. ഇന്നും അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയത്തില്ലേ, That's why we are saying the aliens. ഹേലിയൻസ് എന്നൊക്കെ പറഞ്ഞ്. We are saying aliens. ഹേലിയൻസ് എന്ന് പറയുന്ന ഈ ദൂതന്മാരുടെ
ചില പ്രവർത്തനങ്ങളാണ്. Aliens is a work of these fallen അത് angels. സത്യമാണ്. This is true. ചില ദൂതന്മാരെ കാണുന്നു, We can see some angels, ചിലർ അസാധാരണമായ വ്യക്തികളെ കാണുന്നൊക്കെ പറയുന്നത് because some unordinary things. ഈ വീണുപോയ ദൂതന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. We can see these fallen angels. അവർ എത്ര വർഷം മുമ്പ്, എത്ര കോടി വർഷം മുമ്പാണ് വീണെന്ന് നമുക്കറിയില്ല. We don't know how many years back പക്ഷെ they have മനുഷ്യന് fallen. വേണ്ടി സൃഷ്ടിച്ച ഈ ഭൂമിയെ അവർ കയറി അവകാശമാക്കാൻ പോയപ്പോൾ They tried to capture this earth which is created for ഈ the man. സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ This created earth, ദൈവം വെള്ളം കൊണ്ട് നിറച്ചു കളഞ്ഞു. the God is covered with water. ഇതെല്ലാം ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഒരു വിധത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. The scientists have already proved all these things. ശരിയായ സയന്റിസ്റ്റുകളെ ശരിയായ സത്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. The right scientists are exploring the right knowledge. ഒരു ശബ്ദത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ളത് ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ വരെ സമ്മതിച്ചിട്ടുണ്ട്. Everything is created out of a voice. The scientists proved it. അതാണ് നമുക്ക് വേദപുസ്തകം തുടങ്ങുന്നത്. That's what it started, our Bible starting with. അപ്പോൾ ഈ പാഴും ശൂന്യമായ ഭൂമിയെ This null and void earth, വീണ്ടും ദൈവം തന്റെ ശബ്ദത്താൽ അതിനെ ക്രമീകരിക്കുകയാണ്. by the word of the God, once again God is അത് പിന്നെ making in order. ഒരു ക്രമീകരണം, റെസ്റ്റോറേഷൻ അല്ലേ? He making a restoration in the world, for the world. അതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ആ റെസ്റ്റോറേറ്റഡ് എർത്ത് ഭൂമിയാണ് നമ്മൾ പിന്നെ കാണുന്നത്. The restorated world that we can see. അതുകൊണ്ടാണ് വെളിച്ചമുണ്ടാകട്ടെ. That's why he said, let കാരണം എന്താ? the brightness come. അവിടെ ഇരുളിൽ അല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് നിറച്ച് Because of this water, അവിടെ ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു ദൂതന്മാരും അവിടെ പ്രവേശിക്കാതെ കൊണ്ട് അതിനെല്ലാം വെറും അന്ധകാരമാക്കി മാറ്റി. God made it darken so that no angel can come അങ്ങനെ and stay എത്ര there. ലക്ഷം വർഷം കടന്ന് നമുക്കറിയത്തില്ല. After many lakhs of years, we don't know. ആ കാലങ്ങളിലാണ് ഈ പറഞ്ഞ ഈ ദിനോസറോ ഫോസിൽസും ഒക്കെ ഇപ്പോഴും കണ്ടുപിടിക്കുന്നില്ല. Those days only the big animals like dinosaurs has lived. അത് ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച ഭൂമിയല്ല, പിന്നീട് നവീകരിക്കപ്പെട്ട ഭൂമി. Now this is restored earth. അപ്പോൾ മനുഷ്യർക്ക് സുതാര്യമായി ജീവിക്കാൻ തക്കമുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതിനുള്ള മൃഗങ്ങളെ, പക്ഷികളെ, അന്തരീക്ഷമാണ് പിന്നെ ദൈവം സൃഷ്ടിക്കുന്നത്. God has created an atmosphere whereby man can live happily with the birds and animals. ഒന്നാം അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ. The God said, let it brightness. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം എല്ലാ സൃഷ്ടി അല്ലെങ്കിൽ എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. The 6 days he ordered everything. 7-ാം ദിവസം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്. The 7th day God created the man out of dust. ഇത് മനുഷ്യനിൽ കാണുന്ന എല്ലാ ഘടകങ്ങളും, In every factor in the സൾഫർ, man, മഗ്നീഷ്യം, അയൺ എന്നൊക്കെ പറയുന്നത് the sulfur, magnesium, iron, ഇതെല്ലാം everything. മണ്ണിന്റെ ഘടകങ്ങളാണ്. It's all the factors of the mud. ഈ മനുഷ്യൻ അങ്ങനെയാണോ? Is this man is like that? അവന്റെ ന്യൂറോളജി ഒന്ന് പഠിച്ചാൽ When we learn about the neurology of the man, ഡോക്ടർമാരെ തലയിറങ്ങി പോകുന്നതാണ്. even the doctors used to അതുപോലത്തെ astonish. സിസ്റ്റമാണ് നമ്മുടെ ന്യൂറോളജിക്കൽ That much system we have complexity in the neurons. തലച്ചോറിന്റെ ക്രമീകരണം. In the brain, it was like this. ഇത് വലിയൊരു മാസ്റ്റർ കമ്പ്യൂട്ടർ പോലാണ്. It is like a master computer. ഇതിന്റെ ഓരോ സിസ്റ്റവും Every system in the brain, എല്ലാം നമുക്ക് ഇപ്പോൾ വിവരിക്കാനൊക്കത്തില്ലല്ലോ. we can explain all these things now. അപ്പോൾ അങ്ങനെ നിസ്സാരമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരു അത്ഭുത ജീവിയായിട്ട് മാറാൻ കാരണം തന്നെ ദൈവത്തിന്റെ ജ്ഞാനമാണ്. It is because of the wisdom this kind of small man become wise. അപ്പോൾ ആ മനുഷ്യനെ നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിന് ആദാമെന്നോ ഹവ്വയെന്നോ പേരിട്ട് 2 മനുഷ്യരെ നമ്മൾ പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. In our understanding, God has shown the 2 peoples, Adam and Eve. ഇനി വേറെ ആയിട്ടിരുന്നെങ്കിൽ And if I have given some other word, ആ പേര് നമ്മൾ അറിയപ്പെട്ടേ. we will be called in that name. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മാതാവും അപ്പനും ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നു. They are given this name because they are the father and mother of all അവിടെയാണ് ചരിത്രം generation. തുടങ്ങുന്നത്. From there, the history starts. ഇതിനപ്പുറത്തേക്ക് ആർക്കും ചരിത്രം പറയാൻ ഒക്കില്ല. After this, there is no history there. വർഷങ്ങളൊക്കെ ഇങ്ങനെ മാറി പറയുന്നെങ്കിലും Even the years are changing. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലയളവ് നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യം, നമ്മുടെ തല പോയിക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള ആവശ്യമുള്ളത് എഴുതി തന്നിട്ടുണ്ട്. No need to think all those things in these days. അപ്പൊ അവരെ ഒരു തോട്ടത്തിലാക്കിയിട്ട് They put him in a garden. എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുത്തു. He has given all the facilities. പക്ഷെ നിങ്ങൾ തോട്ടത്തിൽ ജോലി ചെയ്യണം, You have to work in the garden. തോട്ടത്തെ പരാമരിക്കണം, You have to cultivate the garden. ഇതെല്ലാം നീ സൂക്ഷിച്ചു കൊണ്ടുപോകണം. You have to preserve the garden. അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി ജോലിയും കൊടുത്തു. He has given a job. അവരും വളരെ ഹാപ്പിയാ. They were also happy. അപ്പോൾ ദിവസം തോറും ദൈവം അവരെ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. Every day God used to visit them. പക്ഷെ അവിടെ ഒരു വിഷയം, But there is നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷം അവിടെ കണ്ടു. there was a tree of good and evil. അതൊരു സാധാരണ വൃക്ഷമാണ്. It's a normal tree. ഏതെങ്കിലും ഒരു ഫലമായിരിക്കും അത്. Maybe it is just a fruit. ചിലർ ആപ്പിളാന്ന് പറയുന്നു, Some people say it's an apple. എന്തും ആയിക്കോട്ടെ, Whatever it is, ഏതോ ഒരു ഫലം. some kind of fruit in the ആ tree. മരത്തിനെയോ പഴത്തിനെയോ അല്ല വിഷയം. It is the fruit is not the matter. അതിന് കൊടുത്തിരിക്കുന്ന പേരിനാണ് പ്രാധാന്യം. The name given to this fruit is നന്മ important. തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം. The tree of the good and evil. അപ്പോൾ ഗുഡ് ആൻഡ് ഈവിൾ, Good and evil. അതെങ്ങനെ ഒരു മരത്തിന് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് വരുന്നത്? How a single tree can be good and evil? ഞാൻ ഇവിടെ ആരംഭിക്കുക, This is started. തുടങ്ങുകയാണ്. It started from there. ആദ്യത്തെ ക്ലാസ് കർത്താവ് തന്നെ ദൈവം വന്ന് മനുഷ്യൻ ക്ലാസ് എടുക്കുകയാണ്. The first class is given by God to the human, ബോട്ടോണിക്കൽ ഗാർഡൻ എന്ന് വേണം പറയാം, അല്ലയോ? like a botanical class. ബോട്ടണിയാണ് വിഷയം. Like a botany is the subject. ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. You should not eat the fruit of this tree. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. Very simple. നമ്മളും അങ്ങനല്ലേ ഇത് പഠിക്കാൻ പോകുന്ന സമയത്ത് When you go to study, 1ാം ക്ലാസ്സിൽ പടത്തിൽ തറ പറ
In the first standard, we study very simple words. ABCD, Only just ABCD, വളരെ സിമ്പിൾ. very simple words. അപ്പോഴാണ് തുടങ്ങുന്നത്. That's where we starting. അപ്പോൾ ആദാമിനും ഹവ്വായിക്കും വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. For Adam and Eve, God has given a small commandment. That അവിടുന്നാണ് you ഈ should eat this അറിവ് fruit. ഉത്ഭവിക്കുന്നത്. From there, the wisdom അപ്പോൾ ആ starts. വൃക്ഷം എന്ന് പറയുന്നത് The tree means ഇനി അത് അറിവിന്റെ വൃക്ഷമായിട്ട് മാറുകയാണ്. it's going to change as a tree ഒന്നാമത് ആ of വൃക്ഷത്തിന് wisdom. ഒരു കമാൻഡ്മെന്റ് ഉണ്ടായി, ഇത് തിന്നരുത്. You should not eat the fruit of this tree. That's the first commandment. അവർ എത്ര വർഷം, എത്ര കാലങ്ങൾ, എത്ര ആയിരം വർഷം അങ്ങനെ പോയി നമുക്കറിയില്ല. We don't know how many years they were lived in that way. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ലോസ്റ്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു പുസ്തകം നോട്ടിലേക്ക് ആയിട്ട് പഠിക്കാറുണ്ടായിരുന്നു. I used to read a book called ലോസ്റ്റ് ഹൊറൈസൺ, Lost Horizon. നഷ്ടപ്പെട്ട ചക്രവാളം. Lost Horizon. There's a book I studied in my. അപ്പോൾ പ്ലെയിനിൽ പോയ ചില 2-3 പേര്, ഒരു മാതാവും അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും One husband and wife, then they traveled in the plane. ഇവിടെ വന്ന് aeroplane. പ്ലെയിൻ ക്ലാഷായി അവരവിടെ വീണു. They just fell down after the crash of the അതൊരു aeroplane. പുതിയ ലോകമായിരുന്നു. It was a new world. അവിടെ ഒരു ഗുണമുണ്ട്, There is a benefit there. അവിടെ ചെല്ലുന്നവർ എത്ര വയസ്സുണ്ടോ, How many age there? ഇപ്പൊ 20 വയസ്സിലാണ് ഒരാളോട് ചെന്ന് ചേരുന്നെങ്കിൽ A person reached there by 20 1000 years. വർഷം ജീവിച്ചാലും Even though 1000 years they live, ആ 20 വയസ്സിന്റെ പ്രതീതി അവിടെ കാണും. they will have only the 28th year പക്ഷെ age. എന്തെങ്കിലും അവർ വീണ്ടും വെളിയിൽ പോയാൽ If they go out of that place, അന്ന് അവർക്ക് 1020 വർഷത്തിന്റെ ആ വാർദ്ധക്യം അവർ കാണുന്നവർ. they will get the age of 1020 years. അങ്ങനെ അനേക വർഷങ്ങൾ അവരവിടെ ജീവിച്ചിട്ട് They lived many days there. ഒരു ദിവസം അവർക്ക് തോന്നി എങ്ങനെയെങ്കിലും നാട്ടിൽ കണ്ടുപിടിച്ച് പോകണം. One day they thought that we can go to our native നല്ല place. ചെറുപ്പക്കാരായ 2 പേര് They are very young. അവർ ഈ ബൗണ്ടറി താണ്ടിയ ഉടനെ After they cross the border, പാടുവൃദ്ധനും വൃദ്ധയായി മാറി. they become very aged people. അങ്ങനെയാണ് ആ ലോസ്റ്റ് ഹൊറൈസന്റെ പുസ്തകത്തിന്റെ അവസാനം. That is the end of the Lost Horizon book. അത് ഞങ്ങൾക്ക് സെക്കൻഡ് പേപ്പറായിട്ട് പഠിക്കേണ്ടതായിരുന്നു. We used to study this as second paper in our അപ്പൊ school. ഇതുപോലെ Like ഈ ഏഥനീയ ദൈവരാജ്യത്തിൽ എത്ര കാലങ്ങൾ അവർ വസിച്ചു നമുക്കറിയത്തില്ല. We don't know how many years they lived in this Eden പക്ഷെ garden. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് അവിടെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. God has given us starting to understand us. അതിനു മുമ്പ് എത്ര ക്ലാസ് ആണെന്ന് നമുക്കറിയില്ല. We don't know how many classes are there പക്ഷെ before. ഇതെല്ലാം കൂടെ എഴുതി വെച്ചാൽ നമ്മുടെ തല കയറുമോ? If all these things are written, how ഇത് can we തന്നെ നമ്മൾ understand? ഗ്രഹിക്കാൻ എത്രയോ ബുദ്ധിമുട്ടാണ്. To understand all these things is very മനുഷ്യൻ difficult. ഗ്രഹിക്കത്തക്കവണ്ണം വളരെ കൺക്ലൂഡഡ് ആയിട്ട് ചുരുക്കി മനുഷ്യർക്ക് തന്നിരിക്കുകയാണ്. God has given a conclusion of everything. അപ്പൊ നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. We have to start from there. പിന്നെ ഏതിനും ഒരു എതിരഭിപ്രായം ഉണ്ടല്ലോ. There is an opposition for every concept. അവർ ഇസ്രായേലിനെതിരെ താമസിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ എതിർ ചിന്താഗതിയോട് പോകുന്നവർക്കൊന്നും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. The people who have the opposite opinion, they cannot understand this. നമുക്കറിയാം കമ്പ്യൂട്ടർ വന്ന സമയത്ത് അതിനെ തല്ലി ഉടച്ച പാർട്ടികൾ നമ്മുടെ നാട്ടുകാർ. The peoples, when they come, computer comes, they started breaking it. അതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോഴും തല്ലിപ്പൊടിച്ച പാർട്ടികളാണ് പ്രത്യേകിച്ച് മലയാളികൾ. The Malayalis used to break all the new inventions. അപ്പം ഇങ്ങനെയുള്ള മനസ്ഥിതിയാണ് പലരുടെയും. This is the mentality of many people. റിബലിംഗ് സ്പിരിറ്റ്, The rebellious spirit, സാത്താന്യ ശക്തികൾ, the satanic spirit. ഇത് മനുഷ്യർ കയറുമ്പോൾ എപ്പോഴും ആ റിബല്യസ് വന്നുകൊണ്ടിരിക്കും. When it comes into the mind, then the people become എന്നാൽ ഈ rebellious. തോട്ടത്തിൽ ജീവിച്ച മനുഷ്യര് The people who lived in the Eden of garden, ദൈവം പോലും തിന്നരുന്ന്. you should not eat. വൈകുന്നേരം കുളിർച്ചയാന സമയത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. In the evening, cold, in the evening time, ആ സന്ധ്യ മയങ്ങുന്ന സമയത്ത്, and the evening time, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? in that time, ദൈവം വരും, God will come. ക്ലാസ് എടുത്തിട്ട് പോകും. God will give a teaching. കുറെ കഴിഞ്ഞപ്പോൾ After that, അവരുടെ ആ ഈ പറഞ്ഞ പോലെ പ്രിലിമിനറി ക്ലാസ് എല്ലാം കഴിഞ്ഞു. after the preliminary classes are over, അവർ ശരിയായ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. they entered into the right school. അപ്പോൾ എന്ത് ചെയ്തു? What happened? വേറൊരു ടീച്ചറിനെ കൂടെ അവിടെ അപ്പോയിന്റ് ചെയ്തു. There's another teacher was appointed. അദ്ദേഹത്തിന് രാവിലെ മോർണിംഗ് ക്ലാസ്സാണ്. His class is morning class. ആ പുള്ളിക്കാരൻ രാവിലെ വന്നു. He used to come in the morning സെയിം time. സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. Subject, same subject. ദൈവം പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. The God told, do not eat the fruit of this tree. അപ്പോൾ പുതിയ ഇൻസ്ട്രക്ടർ വന്നിട്ട് The new instructor came, അതേ ചോദ്യം, and he asked the ഇത് same question. തിന്നരുതെന്ന് വാസ്തവമായിട്ട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ? Did God truly said you should not eat? അപ്പോൾ അവർക്ക് ഡൗട്ടായി, Then they got a doubt. കൺഫ്യൂഷനായി. They got a confusion. എപ്പോഴും കൺഫ്യൂഷൻ ആണല്ലോ പ്രശ്നം. The confusion is the problem. കൺഫ്യൂഷൻ രണ്ട് കാര്യം ഉണ്ടാവും. In the confusion, there are two things. കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ After the ചില confusion, നല്ല കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ we സാധിക്കും. can find the new things. അതേ കൺഫ്യൂഷൻ The same confusion, ചിലപ്പോ ജീവൻ പോലും ഒരു കയറാ തൂങ്ങിയെന്നും വരും. then we can end up in. അപ്പൊ ഇത് രണ്ട് ഭാഗങ്ങളുണ്ട്. There are two phases of അതാണ് a ഗുഡ് ആൻഡ് confusion. ഈവിൾ. There's a good and evil. ഈ രണ്ടാമത്തെ ടീച്ചർ വന്ന് The second teacher come. ഏതായാലും മോർണിംഗ് ക്ലാസ് അങ്ങനെ ഒരു ഗുണമുണ്ട്. There's a morning class. The benefit ഇവനെ of the ഈവനിങ് morning. ക്ലാസ് വിട്ടിരുന്നെങ്കിൽ After the evening ഈ class, മനുഷ്യർക്ക് ഒരു ദിവസം ഉറങ്ങാൻ ഒക്കത്തില്ല. he could not sleep actually. കാരണം ഇന്ന് സംശയങ്ങളാണ്. He had a lot of doubts. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു കൃഷിക്കാരൻ In one of the farmer in my ഒരു house അച്ചായൻ്റെ area, കൂടെ with an Achayan, ഒരു കൃഷിക്കാരൻ സാധുവായ ഒരു മനുഷ്യനാണ്. he was a farmer. He was a very innocent person. അപ്പൊ ഈ മുതലാളിയുടെ കൂടെ ഇദ്ദേഹം കൃഷിസ്ഥലങ്ങളിൽ കിടക്കുകയാണ്. With his master, he was sleeping there, മുതലാളിയും മാടത്തെ കിടക്കും. and the master used to sleep there. ഈ പറഞ്ഞ കുഞ്ഞു സഹോദരൻ താഴെ കിടക്കും. The servant used to sleep in the downwards. അയാളാണ് ആ കൃഷിക്കാരികളെ നോക്കുന്നത്. They used to take the farmer thing.
അപ്പോൾ മുതലാളി നോക്കുമ്പോഴേ ഇവൻ ഉറങ്ങുന്നില്ല, മേലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുക, കണ്ണു മുടിച്ച് കിടക്കുക. When he looked at the master, he was not sleeping. He was looked up and എടാ നീ ഉറങ്ങേ, പകൽ ജോലി ചെയ്യേണ്ടതല്ലേ. why you are not sleeping? അവൻ പിന്നെയും 2 മണിക്കൂർ കഴിഞ്ഞ് മുതലാളി ഇവൻ ആകാശത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. Once again, after 2 hours, he was still looking at the sky. അവർ പിന്നെയും കിടക്കാൻ പറഞ്ഞു, പിന്നെയും കിടന്നു, പിന്നെയും ഇത് തന്നെ പണി. The master asked once again, "Oh, sleep. അപ്പോൾ അവരോട് എന്താ സംഭവം? What is happening?" അല്ല തമ്പുരാനെ, No, master. അതൊക്കെ തമ്പുരാന്നൊക്കെയാണ് വിളിക്കുന്നത്. They used to call like master. അല്ല തമ്പുരാനെ, No, എനിക്ക് master. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. How many times I think I couldn't ഇതെങ്ങനെ ഈ find a solution. നക്ഷത്രങ്ങളെല്ലാം മേളിക്കൊണ്ട് ഒട്ടിച്ചു വെച്ചെന്നുള്ളതാണ് എനിക്ക് അതാണ് എൻ്റെ പ്രശ്നം. How these stars are ഇത് sticked എത്ര on the sky. ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. How much I think I could understand this. അത് വേർത്ത് പറഞ്ഞ പോലെ When another person told, അത് ഇടിക്കാനാണ് കേട്ടോ. a person from Idiki, എനിക്ക് ആലോചിച്ചിട്ടേ പിടി കിട്ടുന്നില്ല. I could understand by thinking. വെള്ളയാട് The white goat പച്ചപ്പുല്ല് തിന്നുന്നു, is eating the green grass വെള്ളപ്പാല് തരുന്നു, and gives a white അത് milk, പിന്നെ സഹിക്കാം. and we can understand എത്ര that. കൃത്യമായിട്ടാണ് യൂണിഫോമായിട്ട് ഈ മുത്തുപോലെ ഇങ്ങനെ ഒരു കാഷ്ടം പിടുന്നത്, ആട്ടും കാട്ടം. How its ഇതൊന്നും fingers is ആലോചിച്ചിട്ട് like പിടി pearls. കിട്ടുന്നില്ല. അപ്പൊ ഇതുപോലും ആലോചിച്ചാൽ പിടി കിട്ടാത്ത നിനക്ക് If you are thinking that you can understand all these small things, എന്തെങ്കിലും പിടി കിട്ടിയിട്ടുണ്ടോ? can you understand anything? ചുമന്ന പശു Like the red cow പച്ചപ്പുല്ല് തിന്നുന്നു, and using green വെള്ളപ്പാല് grass തരുന്നു. and it gives white എന്താ milk. അതിന്റെ ടെക്നോളജി? What is the technology behind that? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? Does anybody know that? അതാണ് ദൈവത്തിന്റെ സൃഷ്ടി. This is the creation of God. ഇതാണ് ഈ പിടികിട്ടാത്ത സത്യം. We cannot understand അപ്പൊ this. നിന്റെ ഈ കുഞ്ഞ് തല, ഒരു ചിരട്ടയുടെ വലിപ്പം പോലും ഇല്ലാത്ത തലയ്ക്കകത്ത് With this small brain, അധിക കാര്യങ്ങളെ ചിന്തിച്ച് ചിന്തിച്ച് നീ വട്ടനകത്തേ ഉള്ളൂ. if you think too much, you will become mad. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. That's why with the word of God, things are very clear. ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ച പുസ്തകമാണ്. I have read Bible many അത് times. വായിക്കുന്തോറും നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും അറിവും ഉണ്ടാകുക. Every time I read that, I get a peace and confusion wisdom. ഉണ്ടാകുന്നില്ല. There is no confusion at all. അതാണ് ദൈവത്തിന്റെ വചനം. That is the word of God. അപ്പൊ ഈ ആദാമുവായും ഈ ക്ലാസ് തുടങ്ങിയതിനു ശേഷം After this Adam and Eve started this class, എത്രയോ ക്ലാസ് കഴിഞ്ഞിരിക്കും. many classes has over. പക്ഷെ ഒരു ക്ലാസ്സിൽ പെട്ടുപോയി. In one of the class, ഇത് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടുത്തെ. they given a question, is it truly said? ഒറ്റ ആൻസർ യെസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. And the answer is yes. പക്ഷേ അവ്വാമ്മച്ച് കയറി അഡ്വാൻസ് ആയിട്ട് സംസാരിക്കാൻ പോയി. The Eve told in advance. അത് ചില പെണ്ണുങ്ങളെ പോലുള്ള ആണുങ്ങളുടെ സ്വഭാവമാണ്. വേണ്ടാതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. They will speak unnecessarily. എല്ലാം അറിയാവുന്ന പറഞ്ഞ് സംസാരിക്കും. Some people's like this. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചെന്ന് ആവശ്യമില്ലാതെ സംസാരിക്കും വിചാരിച്ചോണം. ഇതും ചിലപ്പോൾ മറ്റേ സ്പിരിറ്റാന്ന് വിചാരിച്ചു. They speak unnecessary things. It's a spirit of Eve. എടാ അവക്കറിയാൻ വയ്യാത്ത കാര്യം പോയി ഭർത്താവിനോട് ചോദിക്കണ്ടേ? She should ask അപ്പൊ her എല്ലാം husband. അറിയാന്നുള്ളൊരു അഹംഭാവം നോക്കണം അവിടെ ആരംഭിച്ചു. She has a pride that I know വാസ്തവമായി everything. കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. She told just no. ഇത് തുടരുന്നെന്നും പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? അതിന് ആൻസർ അറിയാൻ വേണ്ടി വെപ്രാളപ്പെട്ട് അത് തൊടുകയും ചെയ്യുന്നു പറഞ്ഞു. He told that do not touch this. അപ്പൊ അധിക ഭാഷണത്താൽ സദാചാരം കിട്ടുപോയി. Like without a lot of അതുകൊണ്ടാണ് യേശു words. വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ വാക്ക് ഉവ്വോ അല്ലെങ്കിൽ ഇല്ല. So Jesus told just say yes or no. അധികം വരുന്ന ദുഷ്ടനിൽ നിന്നാണ്. More than that from evil. അതാണ് അവൻ ആ ഏദൻ തോട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യിച്ചത്. That's what he practiced in the Eden അതിൽ garden. ഔവ്വ വീണുപോയി. And in that Eve fallen. അവിടെയാണ് സ്റ്റാർട്ടിങ്. That is the starting. അപ്പൊ എന്ത് ചെയ്തു? What happened? ഇവർ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. They have to wait. കാരണം ദൈവമല്ലേ ഇവരെ ആക്കി വെച്ചേ. Because God has appointed them there. ദൈവത്തിന് വിശ്വസ്തരായി ജീവിക്കണ്ടേ? They have to be faithful to God. അപ്പൊ ഇവരെന്ത് പറയണം? What they have to tell. ശരി, നീ അടുത്ത ക്ലാസ് വരുമ്പോൾ ഞങ്ങൾ പറയാം. I will tell you in the next class. അപ്പോൾ പിറ്റേ ദിവസം അല്ല അന്ന് വൈകുന്നേരം ദൈവം വരുമല്ലോ ക്ലാസ് എടുക്കാൻ. In the evening when the God comes, അപ്പോൾ ദൈവത്തോട് ചോദിക്കും, they could ask God, കർത്താവേ ആ ടീച്ചർ വന്നിങ്ങനെ പഠിപ്പിച്ചല്ലോ, "Oh Lord, that teacher came ഇത് and asked like this. തിന്നുന്ന ആൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. When you eat this, your eyes will open." അതൊരു സത്യമുണ്ട്. There's a truth in that also. കാരണം ഇത് തിന്നെങ്കിലേ നിങ്ങളുടെ കണ്ണ് തുറക്കത്തുള്ളൂ. If you eat that only, your eyes will open. പക്ഷെ അതിന് സമയം വരും. But there's a time to eat that fruit. അതിന് സമയം വരണം. There is a time. ഇപ്പം 30 ദിവസം കൊണ്ട് കഴിക്കേണ്ട ഒരു മെഡിസിൻ ഗുളികൾ A medicine which is to be eaten for 30 days. ഓരോ ദിവസം ഓരോന്ന് കഴിക്കണം. Every day I have to eat one. അതെന്തിനും മെനക്കണ്ടല്ലോ, എല്ലാം ഒന്നിച്ച് കഴിക്കാമെന്ന് കഴിച്ചാൽ If I want to eat the whole in one day, ഇതാണ് അതിൻ്റെ കാരണം. it's like this. അപ്പോൾ ഈ ചോദ്യത്തിന് For this അവർ question, വെയിറ്റ് ചെയ്യണം. they have to wait. അവിടാണ് ലോങ് സഫറിങ്, ദീർഘക്ഷമ ഇല്ലാതായിപ്പോയി. They don't have that ഇന്നും long നമ്മുടെ suffering. എല്ലാം പ്രശ്നങ്ങൾ അതാണ്. That is our problem today also. ഒന്നാമത് എല്ലാം അറിയാവുന്നൊരു ഭാവം, We think that we know everything. അഹംഭാവം, Like a pride. 2 അജ്ഞത. That is ignorance. അതിൽ നിന്നുണ്ടാകുന്നു ദീർഘക്ഷമയോടെ കാത്തിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരുന്നു. We can wait and do the long suffering. അല്ലെങ്കിൽ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഇത്ര സമയമല്ലേ ഉള്ളൂ. Only a few hours, but even the അപ്പോൾ morning ദൈവം and evening വരുമ്പോൾ classes. ദൈവത്തോട് ചോദിക്കും, കർത്താവേ. When God comes, we can ask God. അല്ലെങ്കിൽ ആ രണ്ടാമത്തെ സാർ ദൈവ സാറല്ലേ, സാറിനോട് ചോദിക്കണം, And they have to ask this sir, this teacher. ദൈവം സാറേ Oh sir, or ഇങ്ങനെ മറ്റേ teacher. സാർ വന്ന് ഇങ്ങനെ പഠിപ്പിച്ചല്ലോ. The another sir has taught like this. അപ്പോൾ ദൈവം എന്ത് പറയും? What God will say?
നമ്മളെപ്പോലെയുള്ള പൊട്ടന്മാർ മേലെ കയറ്റി പോരുത് അവരെ കോമ്പൗണ്ടിന് ഉള്ളിലാക്കിയാണ്. The God would say, don't allow them inside. Just ദൈവം അനുവദിച്ചിരിക്കുകയാണ്. the God allowed. കാരണം ഇതിന്റെ പേരെന്താ? What is the name of that? നന്മയും തിന്മയും. It's a good and അപ്പൊ evil. നന്മ ദൈവം പഠിപ്പിക്കും, Good God will teach. തിന്മയാവും പഠിപ്പിക്കും. Evil he will അത് allow. രണ്ടും കമ്പാരിറ്റീവ് പഠിച്ച് വന്നെങ്കിൽ യഥാർത്ഥ നോളജ് ഉണ്ടാകത്തുള്ളൂ. They have to learn both the things equally. വൺ സൈഡ് മാത്രം വരുന്നവര് If one side if they go, മറ്റു പലരും അബദ്ധത്തിൽ പോകും. they will get into the mistakes. ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. They have to understand everything. ഇതിനാണ് അവനെ കൂടെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. That's why he അവൻ appointed him. തലതിരിഞ്ഞേ പറയത്തുള്ളൂ, He will tell upside down. നെഗറ്റീവായിട്ട് He പറയത്തുള്ളൂ. will tell only അപ്പൊ negative അതും things. വേണം. He is ഇത് also രണ്ടും needed. മനസ്സിലാക്കി വരുമ്പോഴാണ് അവൻ മനനം ചെയ്യുന്നവനായി പരിജ്ഞാനമുള്ളവനായി തീരും. If he understand both of the things, and he will become wise. അതിനാണ് ആ ക്ലാസ്സിൽ In that class, ഇവൻ വന്ന് പറഞ്ഞ കാര്യം ദൈവത്തോട് പറയുമ്പോഴേ after he told, ദൈവം അതിന് മേളിലുള്ള ആൻസർ കൊടുക്കും. God might have given a more answer to that അവർക്ക് question. തൃപ്തിയായി. Then they would have satisfied. അടുത്ത ക്ലാസ് വരുമ്പോൾ അതിനേക്കാൾ ഇപ്പൊ കുത്തിത്തിരിപ്പുള്ള വാക്കുകളായിരിക്കും പറയുന്നത്. God might have given another things. ഇവരെ വീണ്ടും കൺഫ്യൂഷൻ ആക്കുന്ന വാക്കായിരിക്കും. Again, he will give the confusing words. പക്ഷെ ദൈവത്തിന് അറിയാമല്ലോ, But God ദൈവം knew. അതിന് മേളിൽ പറയും. Then God will give ഇങ്ങനെ another ക്ലാസ് explanation. ഓരോ സെമസ്റ്ററും കഴിയുമ്പോൾ Like every semester goes, ഈ ആദാം ഹവ്വ എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യരെ this Adam and Eve, the first ഏറ്റവും people, ശ്രേഷ്ഠരായിട്ട് അവിടെ തന്നെ പക്വപ്പെട്ടു വരും, they could become perfect. പരിജ്ഞാനമുള്ളവരായി തീരും. They'll become wisdom and knowledge. അതിനുശേഷം After that, അവിടുത്തെ അവർ ഫാമിലി ജീവിതത്തിലേക്ക് ദൈവം പ്രവേശിക്കും. then they can enter into the family life. ഈ ഫാമിലി ലൈഫ് നമുക്കറിയാമല്ലോ. We know about the family life. കല്യാണം കഴിച്ചോട് ചോദിച്ചാൽ After the married people, ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞ് ചോദിക്കാമെങ്കിൽ after 20 years, if you ask ദൈവമേ them, ഈ അറിവ് അന്ന് കിട്ടിയിരുന്നെങ്കിൽ, if I have this wisdom before the 20 marriage, വർഷത്തിന് ശേഷം കിട്ടിയ അറിവ് ഈ കല്യാണത്തിന് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ if I get the knowledge now എത്ര before 20 നന്നായി years, ഞങ്ങളുടെ കുടുംബം പോയനെ. how much more we could ഞങ്ങൾക്ക് have ജനിക്കുന്ന been happy. കുട്ടികളൊക്കെ എത്രയോ നല്ലതായി തീർന്നേനെ. These our children could be better than. അതാണ് വിഷയം. This is the thing. പലപ്പോഴും നമ്മൾ വളർന്നു വരുന്നവരുമാണ് കാര്യങ്ങൾ അറിയുന്നത്. When we grow only we can understand many അപ്പൊ things. അതിനാണ് ദൈവം തന്നെ അവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. That's why God was അങ്ങനെ teaching them. പക്വതയും പരിചയവും പരിജ്ഞാനമുള്ള മനുഷ്യരാക്കി തീർത്തിട്ട് After they became mature, അവരിൽ നിന്ന് സന്തതികൾ പെരുകണം. from that the അപ്പൊ generation പിന്നെ is ഈ to start. വയ്യാവലിയൊന്നും ഇല്ലാതിരുന്നേനെ. There will be no evil at all in this മനുഷ്യൻ world. തെറിപ്പിച്ചു കളഞ്ഞില്ലേ? And now everything has changed. നമുക്കറിയാം 10ാം ക്ലാസ് തോറ്റാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. After we failed in 10th, we ഇല്ല സാറേ, cannot. ഒരു 3 മാസം കൂടെ എന്നെ ഇരുത്തണമെന്ന് പറഞ്ഞാൽ If we 10ാം ask ക്ലാസ് തോറ്റവനെ a person who failed in the SSLC, അടുത്ത 10ാം ക്ലാസ് കൊണ്ടുപോയിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ സാർ ഒരു 3 മാസം എന്നെ ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇരുത്തുമോ? in ഇല്ല. the next year class, if you ഇനി say that, നിനക്കുള്ള സ്ഥലം ട്യൂട്ടോറിയൽ കോളേജാണ്. then you have to go to the tutorial college, not in the class. പഠിച്ചു You go there and study. ഹരിയേഴ്സ് എഴുതി എടുത്തോ. You have to take the arrears there. ഇതേ ഉള്ളു ചെയ്തത്. It's the only thing. ഇവന്റെ ആ സ്റ്റാൻഡേർഡ് കളഞ്ഞ് പിന്നെ അവൻ അവിടെ വസിക്കാൻ സാധ്യമല്ല. He lost his standard. He cannot അങ്ങനെ stay anymore in the garden. പർദീസ കൂട്ടി. And he closed the പർദീസ paradise. എന്ന് പറഞ്ഞ ഒരു കോളേജാണ്, Paradise is a college. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. It's agriculture university. അങ്ങനെ ആദ്യത്തെ കോളേജ് പൂട്ടിച്ചു. That first university is ഇന്നും ആ closed. പിശാച് കയറുന്നിടത്തെല്ലാം കോളേജ് പൂട്ടിക്ക് ഇല്ലാത്ത ഇപ്പൊ കണ്ടില്ലേ, പൂക്കോട്ട് കോളേജ് പൂട്ടിച്ചു. And when this Satan enters, കാരണം ഈ then it will പിശാച് close the എവിടെല്ലാം university. കയറുന്നോ Wherever Satan അവിടെല്ലാം enters, പൂട്ടിക്കുന്ന പണിയാണ്. it will close things. പൂട്ടിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിലും Even though it is closed by കാരണക്കാരൻ the government, സാത്താനാണ്. അതുകൊണ്ട് മനുഷ്യരാരും കുറ്റം പറയണ്ട. you cannot blame മനുഷ്യന്റെ him. അജ്ഞത, അറിവില്ലായ്മയാണ്. It is because of the ignorance of the man. അവനും കുറെ കഴിയുമ്പോൾ After some time, ദൈവമേ ഈ അറിവ്, if I had this knowledge, 50 വയസ്സിൽ കിട്ടിയ അറിവ് like the knowledge in the 50 years, ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ if I could have gotten the degree when I was എത്രയോ reading, പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. I would have escaped many ഇത് problems. മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ By understanding this, ഈ God, അറിവുള്ളവനാക്കി തീർത്തതിന് ശേഷം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇറക്കി വിടാം. to give all this knowledge, necessary knowledge, അപ്പൊ that we put എപ്പോൾ in the family life. കുട്ടികൾ ജനിക്കും, എങ്ങനെ ജനിക്കണം, അതെല്ലാം കൃത്യമായിട്ട് അവൻ മനസ്സിലാക്കിക്കൊണ്ട് തലമുറ ഉരുവാക്കിക്കൊണ്ട് He can understand, he can give a very good generation then. പക്ഷെ അതെല്ലാം കൊളാപ്സ് ആയി പോയി. Everything is collapsed. ഇനി വീണ്ടും Now, again, റെസ്റ്റോറേറ്റഡ് വീണ്ടും അത് പണിയപ്പെടണം. then again it has to be started. ദൈവം കളഞ്ഞില്ല. The God didn't leave them വീണ്ടും അവരെന്ത് completely. ചെയ്തു, ട്യൂട്ടോറിയലേക്ക് വിട്ടു. And God has sent him to the tutorial. ഇനി ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ ഒക്കത്തില്ല. You cannot stay in the garden anymore. പോയി അധ്വാനിച്ചു, Go and work. പോയി അധ്വാനിച്ച് ജീവിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോരും. You go and work and understand the things. അവിടെയാണ് ചരിത്രം തുടങ്ങുന്നത്. That's from that the ആ history ചരിത്രം starts. That history. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ, If you study clearly, ഞാനും ഏകദേശം ഒന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ട്. I have studied all those things. ഇന്നത്തേക്ക് 6000 വർഷത്തിനപ്പുറത്തുള്ള ചരിത്രമാണ് ഈ വേദപുസ്തകം കാണുന്നത്. The 6,000 years from now, we can see the history in the Bible. അവിടെയാണ് ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. The history starts after the fall of the അതാണ് Adam. BC 4000 എന്ന് വേണം പറയാം. We can say it's BC 4000. കൃത്യമായിട്ട് ലോകത്തിന് കൊടുക്കാനുള്ള കണക്ക് ഇത്. ബാക്കിയൊക്കെ ഒരു അസ്യൂമാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആഫ്രിക്കയിൽ നിന്ന് 9000 വർഷങ്ങൾക്ക് മുമ്പ് വന്നെന്നുള്ള എന്തോ ഈ ഫോസിൽസ് അല്ലെങ്കിൽ ഏതൊരു തലയോട്ട് കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. We can just say with the fossils. അത് ഏത് തലയോട്ടിയുടെ അംശമാണെന്ന് പോലും അറിയത്തില്ല. They don't know which skull it is. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ പറയുന്നു, ഇന്നൊരാൾ പറയും, നാളെ വേറെന്ന് പറയും. One person will say പക്ഷേ something. ഈ Another person ചരിത്രം will say. കൃത്യമാണ്, This history is very accurate, വളരെ കൃത്യമായിട്ടുള്ള very ചരിത്രം. clear. കാരണം ഞാൻ Reason. പറഞ്ഞുതരാം.
As I will tell അപ്പൊ you, ഈ ആദാമിന്റെ ചരിത്രം ഒരു 4000 BC 4000. the BC ഇപ്പൊ 4000 is the history of Adam. 2000 കഴിഞ്ഞ 6000 വർഷത്തെ ചരിത്രമാണ്. Now 2000 over, now it's totally to അവിടെ 6000. ആദാം മുതൽ From Adam, വംശപാരമ്പര്യം തുടങ്ങുകയാണ്. the generation starts. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ തുടങ്ങുമ്പോൾ From the first chapter of the ആദ്യത്തെ Genesis, ആദാമിന്റെ തലമുറയിൽ വരുമ്പോൾ in the generation of ആബേൽ Adam, രക്തസാക്ഷിയായതിനു ശേഷം വീണ്ടും സേത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ലഭിക്കുകയാണ്. there was a Seth born to അപ്പൊ Adam. കായിനും സേത്തും രണ്ട് തലമുറ ഉണ്ടാകുകയാണ്. Cain and Seth. അതിലിങ്ങനെ വന്നു വരുമ്പോൾ In that generation, അത് 10-ാം തലമുറയാണ്. പിന്നെ അടുത്ത് നടന്ന് നോഹ. the 10th generation was Noah. നോക്കണം, ആദാം മുതൽ From Adam, ഏകദേശം 10-ാം തലമുറയാക്കാരനായ നോഹ മുന്നോട്ട് വരികയാണ്. the Noah was the 10th generation to Adam. അത് ഈ അധ്യായങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We can see in these chapters all those things. ഏതാ 10-ാം അധ്യായം വരെ വായിക്കുമ്പോഴേ, When we read the 10th അല്ലെങ്കിൽ chapter of 1 മുതൽ Genesis, 9 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ the 1 to 9 chapters, അവിടെ ഈ കാര്യം കാണാൻ കഴിയുന്നു. we can see these things. നോഹയുടെ കാലം വരെ, Until the time of അപ്പൊ Noah, ആദാം മുതൽ നോഹ വരെയുള്ള ആളിന്റെ പ്രത്യേക പേര് വരെ എഴുതിയിട്ടുണ്ട്. it is the names also written. കൃത്യമായ പേര് കൊടുത്തിട്ടുണ്ട്. Very clear names എന്താ are ഇതെല്ലാം given. തെറ്റാതെ വന്നതിന്റെ കാരണം Why there is no wrong? ഇതിന്റെ പിന്നിൽ എഴുത്തുകാരൻ ദൈവം തന്നെയാണ്. The writer is the God. അതുകൊണ്ടാണ് ഇതൊന്നും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് എഴുതി വെക്കാൻ കാരണം. The way God could have write everything clearly. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, ന്യായവിധി കഴിഞ്ഞു, വീണ്ടും നോഹയുടെ പുത്രന്മാർ 3 പേര്. There are 3 sons of the Noah after the flood. അപ്പൊ അതിനു മുമ്പുള്ളെല്ലാം പോയി. Everybody has destructed. കാരണം 119-ാം സംഘത്തിൽ 119-ാം വാക്യം വായിക്കുമ്പോൾ The 119th Psalms, വായിച്ച് 119th words. 119 ദൈവം ദുഷ്ടന്മാരെ കീടം പോലെ നീക്കിക്കളയുന്നതാണ്. ഏതാ? God removed the wicked അപ്പൊ people. മനുഷ്യർ കുറെ പെരുകിയിട്ട് കാര്യമൊന്നുമില്ല. ദുഷ്ടത പെരുകി കഴിഞ്ഞാൽ അവർ കീടമാണ്, വെറും മനുഷ്യന് പ്രയോജനമില്ലാത്തവരാണ്. If the evil increases, they are. വായിച്ചേ, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കി ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും കീടത്തെ പോലെ. Thou puttest away all the wicked of the earth like dross. ട്രോസ്, നോക്കണം, കളിമ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കീടം. Like a dross. കീടത്തിന് വെക്കാറുണ്ടായിരിക്കും. Can we keep that once? നിങ്ങളുടെ വീട് തൂത്തുവാരിന് ശേഷം ആ പൊടി കൊണ്ടുവന്ന് അലമാരി കൊണ്ട് വെക്കാറുണ്ടല്ലോ. Can we keep those dust in our this one? അല്ല, എത്ര മനോഹരമായിട്ടാണ് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത്. How we eat, how much beautifully in the night. രാവിലെ അതുകൊണ്ട് എന്തുവാ അൺലോഡ് ചെയ്യുന്ന സമയത്ത് എത്രയോ മോശമായിട്ടാണ്, ഇല്ലയോ? So the unloading is very. ഇപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള ദൈവ പദ്ധതി തെറ്റിച്ച് കഴിഞ്ഞാൽ അവർ ദുഷ്ടന്മാരായി അവരെ കൊള്ളുകയില്ല, അവരെ പിന്നെ നീക്കി കളയാന്നുള്ളേ ഉള്ളൂ. When the people disobey God, then it will be wicked. ഇപ്പോൾ 800 കോടിയിലധികം വന്നു. Now the people are 800 ഇതുപോലെ more. ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Now the wickedness is ഇനി going. അടുത്ത ന്യായവിധി വരാൻ പോവുകയാണ്. Another judgment is going ആ to come. ന്യായവിധി എന്ന് പറയുന്നത് In that കീടത്തെ judgment, നീക്കിക്കളയുക. removing these kind of അവിടെ wicked ദൈവം people. അനീതിയുള്ളവനല്ല. God is not unjust. അപ്പൊ ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ ഈ 10-ാം തലമുറയായ നോഹയിൽ നിന്ന് 3 പുത്രന്മാരെ നമ്മൾ കാണുന്നു. There are 3 sons from the 10th generation ഇന്നുള്ള Noah. സകല മനുഷ്യന്റെയും ബാക്ക്ഗ്രൗണ്ട് ഇവരാണ്. All these peoples today, ഷേം, ഹാം, യാഫേത്ത്. Shem, Ham, Japheth. അത് ഇന്ന് കാണുന്ന ഏത് ജാതിപ്പെട്ടവനും Every people, ഇവിടുന്നാണ് തലമുറ ആരംഭിക്കുന്നത്. every race starts from these ഈ 3 people. 10-ാം തല ഇല്ലെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 10 മുതല് From the 10th chapter of Genesis, 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, the 2nd chapter, അല്ലെങ്കിൽ 9:7 വായിച്ച് 9:7 ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വരുന്ന നോഹയുടെ പുത്രന്മാരോടാണ് ദൈവം കൽപ്പിച്ചത്. God is ഇംഗ്ലീഷ് വായിക്കും. And you be fruitful and multiply. ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. fruitful and multiplied. ദൈവം മനുഷ്യ കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്. This is the right given to the man. പോസിറ്റീവ് ടേമാണ് നമ്മൾ എടുക്കേണ്ടത്. We can take the positive term, ആവശ്യമില്ലാത്ത കുറെ ദുഷ്ടന്മാരെ ജനിപ്പിക്കുക എന്നുള്ളതല്ല, not creating some കുറെ bad people. പ്രാകൃതന്മാരെ ഫ്രൂട്ട്ഫുൾ ഫലവത്തായ കാര്യങ്ങളാണ്. Fruitful. അതിനു മുമ്പ് അതിനു വേണ്ടിയാണ്, ആ മനുഷ്യന് വേണ്ടി ദൈവം മറ്റൊന്നും കൂടെ ചെയ്തിരുന്നു. For that man, God has prepared something else. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ Genesis 8:12. വിതയും കൊയ്ത്തും, നോക്കണം, 4 സീസൺസ്. There are 4 seasons. അതുപോലെ വായിച്ച വാക്യം ഒന്ന്, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയും ഇത് മാറിയിട്ടില്ലല്ലോ. It's not changed. അപ്പൊ ദൈവം പറയുന്ന ഒന്നും മാറുന്നില്ല. Every season, God has ആകാശവും not ഭൂമി changed. ഒഴിഞ്ഞു പോയാലും Even though the earth and home gone, ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിയ പുള്ളിയെ മാറുന്നില്ല. the word of God will not change. ഇംഗ്ലീഷ് വായിച്ച്, റെഡ് ഇൻ ഇംഗ്ലീഷ്. While the earth remaineth, seed time and harvest, cold and heat, summer and winter,